ഹലോ എവരി വൺ, നിങ്ങളുടെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 2 ആണ് ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാവൽസും ട്രാവലോഗ്സും എങ്ങനെ ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൽ റോള് നിർവഹിക്കുന്നു എന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ ഹിസ്റ്ററിയും ട്രാവലും തമ്മിലുള്ള ആ കോ റിലേഷനാണ് ഈ ഒരു സബ്ജക്റ്റിലുടനീളം നിങ്ങളുടെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന പേപ്പറിലുടനീളം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദ ഫോറിൻ ട്രാവലേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ അക്കൗണ്ട്സ്. ഫോറിൻ ട്രാവലേഴ്സ്, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ഫോറിൻ ട്രാവലേഴ്സ് ഇന്ത്യയിലേക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ യാത്രകളൊക്കെ തന്നെ അവര് പല രീതിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖാചിത്രങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പല രൂപങ്ങളെയും നമ്മുടെ അറിവിലേക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഫോറിൻ ട്രാവലേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഹിസ്റ്ററിയെ വാർത്തെടുക്കുന്നതിൽ വളരെയധികം സാന്നിധ്യം പുലർത്തിയിരുന്ന അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സോ നമ്മുടെ ഇന്ത്യയിലേക്ക് ആൻഷ്യന്റ് കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ ഹിസ്റ്ററിയെ ഇങ്ങനെ കീറി മുറിച്ചാണല്ലോ പഠിക്കുന്നത്. ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ ഹിസ്റ്ററി. ആൻഷ്യന്റിന് മുൻപേ ഒരു പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ്. ഇങ്ങനെ ഹിസ്റ്ററിയെ കീറി മുറിച്ച് പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽ ഇന്ന് ഈ മോഡേൺ ഹിസ്റ്ററിക്ക് ഇപ്പുറം വരെ ഒരുപാട് ഫോറിൻ ട്രാവലേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും മേജർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചിലരെയും അവർ രേഖപ്പെടുത്തി വെച്ച അവരുടെ ട്രാവലോഗ്സും അതിൽ കണ്ടിട്ടുള്ള ഇന്ത്യയുടെ രൂപവും ഒക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഒത്തിരി അതായത് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പിടി ട്രാവലേഴ്സിനെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റ് പാർട്ടായിട്ടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് കം ടു ദ ഫസ്റ്റ് പാർട്ട്. നമുക്ക് 3 ട്രാവലേഴ്സിനെയാണ് പഠിക്കാനുള്ളത്. Those are Megasthenes. The first traveler is Megasthenes. Second person Fahim. Third one Huansang. ആരൊക്കെയാണ്? Megasthenes, Fahim, Huansang. ഈ 3 ട്രാവലേഴ്സിനെ കുറിച്ച് തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ട്രാവലേഴ്സിനെയും നമ്മൾ പഠിക്കേണ്ടത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം. ചെറപറ കാര്യങ്ങൾ പറഞ്ഞു പോകാതെ അതിനൊരു ഓർഡർ കീപ്പ് ചെയ്യാം, എങ്കിൽ അത് നമ്മുടെ മനസ്സിൽ പതിയും. പിന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു പോയിന്റും കൂടെ ഇട്ട് തരികയാണ്. നിങ്ങളുടെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ടോപ്പിക് അല്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെയൊക്കെ കരിയർ ചൂസ് ചെയ്യാനുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സി ഫീൽഡിൽ കൂടുതലായിട്ട് വളരെ കാലങ്ങളായിട്ട് ചോദിച്ചു വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് എന്നും ആവശ്യമുള്ള അറിവാണെന്നുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിങ്ങളിത് നോക്കിക്കാണണം. സോ നമുക്ക് മെഗസ്തനീസിൽ നിന്ന് തുടങ്ങാം. മെഗസ്തനീസ് ഓരോ ട്രാവലേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഞാൻ പറഞ്ഞു അല്ലേ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ട്രാവലറെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം എവിടെ നിന്ന് വന്നു, എവിടെയാണ് ഒറിജിൻ, ഇന്ത്യയിലേക്ക് ഏത് കാലഘട്ടത്തിലാണ് വന്നത്, ഏത് പീരിയഡ് ഓഫ് ടൈം, ഏത് പീരിയഡ് ഓഫ് റൂളർ, ഏത് ഭരണാധികാരിയുടെ കാലത്താണ് ഇന്ത്യയിലേക്ക് വന്നത്, എന്തിന് വന്നു, അദ്ദേഹം ഇവിടെ വന്ന് പോയി ഇവിടുത്തെ അറിവ് വെച്ച് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്ക്, ആ വർക്കിൽ നിന്ന് ഇന്ത്യയുടെ ഏതൊക്കെ രൂപമാണ് കിട്ടുന്നത്, ക്ലിയർ. ആൻഡ് അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തെ കുറിച്ചുള്ള ക്രിറ്റിസിസം. ഇത്രയും കാര്യങ്ങളാണ് ഓരോ കോളത്തിലും നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിക്കുന്ന ട്രാവലേഴ്സിനെ മൊത്തം കോളം ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ
മെഗസ്തനീസ്. മെഗസ്തനീസ് എന്ന് പറയുന്നത് ആൻഷ്യൻ പീരിയഡിൽ, പുരാതന കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരു ട്രാവലറാണ്. ഒറിജിൻ ഈസ് ബേസ്ഡ് അരക്കോഷ്യ, ദാറ്റ് ഈസ് അഫ്ഗാൻ. ഇന്നത്തെ അഫ്ഗാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒറിജിൻ ആണ് ആരുടേത്? മെഗസ്തനീസിൻ്റെത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് മൗര്യൻസ്, മൗര്യൻ എംപയറിന്റെ കാലത്ത്. അദ്ദേഹം വരുന്ന സമയത്ത് മൗര്യൻ എംപയറിലെ ചന്ദ്രഗുപ്ത മൗര്യനാണ് ഇന്ത്യ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ അറിവുകളൊക്കെ വെച്ച് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക് ആണ് എന്ത്? ഇൻഡിക്ക. അപ്പൊ നോക്കൂ, ഇൻഡിക്ക അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ കുറിച്ച് കിട്ടിയ കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. അദ്ദേഹം എന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്? ആസ് ദ അംബാസഡർ ഓഫ് ഗ്രീക്ക് റൂളർ സെല്യൂക്കസ്. ഗ്രീക്ക് റൂളർ ആയിട്ടുള്ള സെല്യൂക്കസിന്റെ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടെ ഒരുപാട് ചരിത്ര കഥകളൊക്കെ പറയാനുണ്ട്, പക്ഷെ അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഈ ബോർഡിൽ എഴുതിയതിൽ നിന്ന് ഒന്നും വെട്ടിച്ചുരുക്കാനില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് ഞാനിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊന്നും കട്ട് ചെയ്യാനില്ല. ഗ്രീക്ക് റൂളർ ആയിട്ടുള്ള അലക്സാണ്ടറിനെ നമുക്കറിയാം അല്ലെ? അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യൻ റൂളേഴ്സുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നു, അദ്ദേഹം വധിക്കപ്പെടുന്നു. അങ്ങനെ സെല്യൂക്കസ് ആണ് പിന്നെ വരുന്നത്. ഈ സെല്യൂക്കസ് അലക്സാണ്ടറിന് ശേഷം അലക്സാണ്ടർ കീഴ്പ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ഇന്ത്യൻ പ്ലേസസുകൾ ഉണ്ട്. ഈ പ്ലേസസിന്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കണം എന്ന ആവശ്യത്തോടെ അദ്ദേഹത്തിന്റെ അംബാസിഡർ ആയിട്ടുള്ള മെഗസ്തനീസിനെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് അയക്കുന്ന മെഗസ്തനീസ് ആദ്യം എവിടേക്ക് എത്തുന്നത്? വിസിറ്റഡ് പാഠലിപുത്ര. ആദ്യം എവിടെ എത്തിയത്? പാഠലിപുത്ര എന്ന് പറയുന്ന പ്ലേസ് ആണ്. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ഈ മൗര്യൻ എംപയറിന്റെ ക്യാപിറ്റൽ ആണ് പാഠലിപുത്ര. മൗര്യൻ എംപയറിന്റെ ക്യാപിറ്റൽ ആണ് പാഠലിപുത്ര. അപ്പോ നോട്ട് ദ പോയിന്റ്, ആ വ്യക്തി എവിടെ നിന്ന് വന്നു, എവിടേക്ക് വന്നു, ഏത് പ്ലേസ് ആണ് പ്രോപ്പർ വിസിറ്റ് ചെയ്തത് എന്നത് കൂടെ പഠിക്കണം. ക്ലിയർ? അപ്പോ ഗ്രീക്ക് റൂളർ ആയിട്ടുള്ള സെല്യൂക്കസിന്റെ അംബാസിഡർ ആയിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അഫ്ഗാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒറിജിൻ ആണ് മെഗസ്തനീസിന്റേത്. അദ്ദേഹം ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നത് പാഠലിപുത്രയാണ്. പാഠലിപുത്ര വിസിറ്റ് ചെയ്ത് അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ താമസിച്ച കുറഞ്ഞ കാലയളവ് കൊണ്ട് ഇന്ത്യയെ കുറിച്ച് കിട്ടിയ വിവരങ്ങളെ ക്രോഡീകരിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇൻഡിക്ക. ഓക്കെ, അപ്പൊ ഇൻഡിക്കയിൽ എന്താണ് കൂടുതലായിട്ട് പറയുന്നത് എന്നും നമുക്ക് നോക്കാം. ക്ലിയർ? സോ ഇൻഡിക്ക എന്ന് പറയുന്ന മെഗസ്തനീസിന്റെ പുസ്തകം, അതിൽ ഇൻഡിക്കയില് അദ്ദേഹം പറയുന്നത് മെഗസ്തനീസ് കണ്ട ഒരു ഇന്ത്യയുടെ രൂപമാണ്. അവിടെ ജോഗ്രഫി, ഗവൺമെന്റ്, റിലീജിയൻ ആൻഡ് സൊസൈറ്റി, ഇന്ത്യയുടെ ജോഗ്രഫിയെ കുറിച്ചും ഇന്ത്യയുടെ അന്നത്തെ ഗവേണിംഗ് സിസ്റ്റത്തെ കുറിച്ചും ഇന്ത്യയുടെ റിലീജിയസിനെ കുറിച്ചും സൊസൈറ്റിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോ മൗര്യൻ എംപയർ ആണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മൗര്യൻസ്, മൗര്യൻ എംപയറിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും എവിടെ പറയുന്നുണ്ട്? ഇൻഡിക്കയില് പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇന്ത്യക്കയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇത്രയൊക്കെയാണ്. ആൻഡ് ദ റിപ്പോർട്ട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കുറിച്ചുള്ള കുറഞ്ഞ റിപ്പോർട്ടുകൾ നമുക്ക് ഇൻഡിക്കയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അത് മെഗസ്തനീസ് പറഞ്ഞ ഇന്ത്യയുടെ അടയാളങ്ങളാണ്. ഓർക്കുക, അദ്ദേഹം പറയുന്നു ദ എക്കണോമിക്കൽ റെസ്പെക്ട് ടു ദെയർ ഡയറ്റ്. മെഗസ്തനീസ് പറയുകയാണ് അദ്ദേഹം സന്ദർശിച്ച അന്നത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എക്കണോമിക്കൽ റെസ്പെക്ട് ടു ദെയർ ഡയറ്റ്, അവരുടെ ഭക്ഷണത്തോട് ആ ഭക്ഷണത്തിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
മനസ്സിലായോ? നമ്മുടെ ഭക്ഷണത്തോട്, കഴിക്കുന്ന ഭക്ഷണത്തോട് അതിന്റെ വാല്യൂ, മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൾച്ചർ അന്നത്തെ മൗര്യൻ എംപയറിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ലാവിഷ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ഓർണമെന്റ്സ്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർ റെസ്പെക്റ്റും കുറച്ചൊക്കെ ശ്രദ്ധയുള്ളവരാണെങ്കിൽ കൂടി വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും കാര്യത്തിൽ അവർ ആർഭാടമുള്ളവരായിരുന്നു, ലാവിഷായിരുന്നു. The cultivators paid 1/4 of their production. അന്നത്തെ കർഷകര് അവരുണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ഷന്റെ 1/4 ഭാഗം ഭരണാധികാരിക്ക് പെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ the shepherds and hunters paid levy. ഷിഫേർഡ്സ് എന്ന് പറയുന്ന കന്നുകാലികളെ മേയ്ക്കുന്നവരും വേട്ടയാടി ജീവിക്കുന്നവരൊക്കെ അവർക്ക് കിട്ടിയതിന്റെ ഒരു ഭാഗം ഭരണാധികാരിക്ക് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ടാക്സ് പോലെ അല്ലെ, നമുക്ക് ഇൻകം ടാക്സ് ഒക്കെ അല്ലേ, അതുപോലെ ഒരു രീതി അന്ന് ഉണ്ടായിരുന്നു. ബട്ട് ദർ ഈസ് നോ റിപ്പോർട്ട്സ് ഓഫ് ഫമൈൻ. ഫമൈൻ എന്താണ്? ഫമൈൻ എന്ന് പറയുന്നത് ക്ഷാമം അല്ലെ, ഒന്നിന്റെ അഭാവം എന്ന് പറയും, ഇല്ലായ്മ. അങ്ങനെ ഒരു ഫമൈൻ അല്ലെങ്കിൽ ഒരു ക്ഷാമം, ഒരു ഇല്ലായ്മ മൗര്യൻ എംപയറിന്റെ കാലത്ത് ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് മെഗസ്തനീസ് പറഞ്ഞു. മെഗസ്തനീസ് കണ്ട ഇന്ത്യയെ കുറിച്ച് മെഗസ്തനീസ് പറഞ്ഞു. ദ കോൺസെപ്റ്റ് ഓഫ് സപ്താംഗ, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മെഗസ്തനീസ് പറഞ്ഞൊരു കാര്യമാണ് കോൺസെപ്റ്റ് ഓഫ് സപ്താംഗ. അന്ന് ഇന്ത്യയില് ഒരു 7 തരത്തിൽ ജനങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? തൊഴിലടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ 7 തരമായിട്ട് 7 രൂപത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തൊഴിലടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് first one, sophist and philosopher, cultivators, hunters and shepherds, artisans and dealers, soldiers, spies, counselors and assessors. ഇങ്ങനെ 7 തരത്തിലെ 7 കാറ്റഗറി ആയിട്ട് ഇന്ത്യൻ ജനതയെ അന്നത്തെ കാലത്ത് തരം തിരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മെഗസ്തനീസ് തന്റെ ഇൻഡിക്കയിലൂടെ പറഞ്ഞു തരുന്നു. ഇതാണ് ദീസ് ആർ ഓൾ അബൌട്ട് അവർ മെഗസ്തനീസ്. മെഗസ്തനീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് രൂപം ഇങ്ങനെയാണ്. അദ്ദേഹം വന്നത് അഫ്ഗാൻ ബേസ്ഡ് ആണ്, ആൻഷ്യൻ പീരിയഡിലാണ്, മൗര്യൻ എംപയറിന്റെ കാലത്ത്. അതും ആര് ഭരിക്കുമ്പോ? ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹം ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നത് പാടലിപുത്രയാണ്. കാരണം മൗര്യൻ എംപയറിന്റെ ക്യാപിറ്റൽ പാടലിപുത്രയാണ്. എന്തിനാ വന്നത്? ഗ്രീക്ക് റൂളർ ആയിട്ടുള്ള സെല്യൂക്കസിന്റെ അംബാസിഡർ ആയിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ഇവിടുത്തെ ജോഗ്രഫിയെ കുറിച്ചും റിലീജിയസിനെ കുറിച്ചും സൊസൈറ്റിയെ കുറിച്ചും ഇന്ത്യയിലൂടെ പറയുന്നു. അതോടൊപ്പം മൗര്യൻ എംപയറിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ഐഡിയ തരുന്നു. അദ്ദേഹം പറഞ്ഞു അന്നത്തെ ജനങ്ങൾക്ക് ഇവിടെ ഭക്ഷണത്തോട് അതിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. അതുപോലെ പക്ഷേ അവർക്ക് വസ്ത്രങ്ങളുടെ കാര്യത്തിലും ആഭരണങ്ങളുടെ കാര്യത്തിലും ഒരു ആർഭാടം ഉണ്ടായിരുന്നു. കർഷകരും അതുപോലെ ഷിഫേർഡ്സ് ആൻഡ് ഹണ്ടേഴ്സ് ഒക്കെ അവരുടെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരു ഭാഗം നമ്മുടെ ഭരണാധികാരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ക്ഷാമം ഉണ്ടായിരുന്നില്ല. അതുപോലെ കോൺസെപ്റ്റ് ഓഫ് സപ്താംഗ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിലൂടെ മെഗസ്തനീസ് ഇന്ത്യയെ കുറിച്ച് പ്രധാനമായിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് ഇത്തരം അടയാളപ്പെടുത്തലുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ക്രിറ്റിസിസം, മെഗസ്തനീസിന്റെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ക്രിറ്റിസിസം ആണ്. എന്താണ് ക്രിറ്റിസിസം? ആരോപണങ്ങൾ, അല്ലെങ്കിൽ അതിനെ ഒന്ന് നമ്മൾ തെറ്റ് ശരി കണ്ടെത്തുന്ന ഒരു പ്രോസസ്. അതിലൂടെ പറയുന്നത് പല സ്കോളേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഹിസ്റ്ററിയെ പഠിക്കുന്നവരൊക്കെ പറയുന്നത് മെഗസ്തനീസിന്റെ ഇന്ത്യക്ക് എപ്പോഴുണ്ടോ എന്നുള്ളതാണ്. നിലവിൽ മെഗസ്തനീസിന്റെ ഇന്ത്യക്ക എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ഇല്ല. മെഗസ്തനീസിന്റെ ഒരു ഇന്ത്യക്ക ഉണ്ടായിരുന്നു എന്നും അതിലെ വിവരങ്ങൾ ക്രോഡീകരിച്ച് പല സ്കോളേഴ്സും എഴുതിയിട്ടുള്ള രൂപങ്ങളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്.
സോ ഇന്ത്യക്ക ഈസ് റൈറ്റ് ഓർ നോട്ട് എന്നുള്ളതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരുന്നത്. അതുപോലെ നമ്മുടെ റാൻപീർ ചക്രവർത്തിയെ പോലുള്ള മോർ ട്രാവലേഴ്സ്, എക്സ്കവേറ്റേഴ്സ്, അവര് പറയുന്നത് അന്ന് മൗര്യൻ എംപയറിന്റെ കാലത്ത് അല്ലെങ്കിൽ ആൻഷ്യൻ പീരിയഡിലും ഇന്ത്യയിൽ ഫമൈൻ ഉണ്ടായിട്ടുണ്ട്, ക്ഷാമം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മെഗസ്തനീസ് പറഞ്ഞത് അവിടെ ക്ഷാമമില്ല. കാരണം എന്താണെന്നറിയോ, അവിടെ വർഷത്തിൽ എന്നും 2 വിളയെങ്കിലും കിട്ടും. അതിനു വേണ്ട നല്ല ജലസേചനവും അവിടെ ഉണ്ടായിരുന്നു. ഇറിഗേഷൻ സിസ്റ്റം, നല്ല വെള്ളം അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ ക്ഷാമമില്ല എന്ന് മെഗസ്തനീസ് പറഞ്ഞു. പക്ഷെ റാൻപീർ ചക്രവർത്തി പറയുന്നത് ഫമൈൻ, ക്ഷാമം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് ഒരുപാട് തെളിവുകളും അദ്ദേഹം നികത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്കോളേഴ്സ് ഇന്ത്യക്ക വായിച്ചിട്ട് പറയുന്നത് ഇത് മെഗസ്തനീസ് കണ്ട ഇന്ത്യ മാത്രമല്ല, മെഗസ്തനീസിന്റെ അഭിപ്രായത്തിലുള്ള, മെഗസ്തനീസിന്റെ അനുഭൂതികളിൽ നിന്നുള്ള ഇന്ത്യയാണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ട്രാവലോഗ് എന്ന് പറയുമ്പോൾ, യാത്രാ വിവരണം എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ആ ഒരു പ്രദേശത്തിന്റെ ഫാക്റ്റ്ലി, അതായത് വസ്തുതപരമായിട്ടുള്ള വിവരണമല്ല നൽകുന്നത്. ആ യാത്ര ചെയ്ത അല്ലെങ്കിൽ ആ ട്രാവലോഗ് എഴുതിയ ആളുടെ അനുഭൂതികളും അനുഭവങ്ങളും അഭിപ്രായവും കൂടിക്കലർന്നതാണ്. അപ്പൊ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊരിക്കലും പൂർണ്ണമായി ഇന്ത്യയുടെ ഒരു രൂപം നൽകുന്നില്ല എന്നതാണ് മെഗസ്തനീസിന്റെ ഇന്ത്യക്കയുടെ ക്രിറ്റിസിസം. ഇത് നമുക്ക് സ്വയം കണ്ടെത്തി എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ക്ലിയർ ആണോ? ഇപ്പൊ മെഗസ്തനീസും മെഗസ്തനീസിന്റെ ഇന്ത്യക്കയൊക്കെ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ദെൻ നമുക്ക് രണ്ടാമത്തെ ആളിലേക്ക് പോവാം. ദാറ്റ് ഇസ് ഫഹീൻ. ഫഹീൻ എന്ന് പറയുന്നത് the first and oldest Chinese monk traveled to India. ഇന്ത്യയിലേക്ക് ആദ്യമായും ഏറ്റവും പഴയത്, അതായത് ആദ്യമായിട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്ത ചൈനീസ് മോങ്ക് ആണ് ആര്? ഫഹീൻ. എന്താണ് ചൈനീസ് മോങ്ക്? ചൈനീസ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് ഫെമിലിയർ ആണ്. ചൈനക്കാരൻ. മോങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിസം, ദാറ്റ്സ് അനദർ റിലീജിയൻ, അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് അല്ലെ ബുദ്ധിസം. ബുദ്ധമതം സ്വീകരിച്ച അല്ലെങ്കിൽ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന മെയിൽ കാറ്റഗറിയിലുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോങ്ക്. ക്ലിയർ? ഇനി ഇത് എവിടെ കണ്ടാലും നിങ്ങൾ റിമൈൻഡ് ചെയ്യണം. അപ്പൊ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് മോങ്ക് ആണ് ആര്? ഫഹീൻ. മോങ്ക്, ഒരു ബുദ്ധിസം മോങ്ക് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഫഹീൻ ഇവിടെ സന്ദർശിച്ചത് എന്തിനു വേണ്ടിയായിരിക്കാം? ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് പിലിഗ്രിമേജ്, അല്ലെ? തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഫഹീൻ ഇന്ത്യ വിസിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. സോ ചൈനയിലെ ചാങ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇന്ത്യയിലെ പെഷവറിലാണ് ആരെത്തുന്നത്? ഫഹീൻ എത്തുന്നത്. അങ്ങനെ അദ്ദേഹം എവിടൊക്കെ വിസിറ്റ് ചെയ്തു? ലുംബിനി, പാടലിപുത്ര, ശ്രാവസ്തി, സാർനാഥ്, രാജ്ഗിർ, ടാക്സില, കപിലവസ്തു, വൈശാലി, കുഷിനഗര. എവിടൊക്കെയാണ്? ലുംബിനി, പാടലിപുത്ര, ശ്രാവസ്തി, സാർനാഥ്, രാജ്ഗിർ, ടാക്സില, കപിലവസ്തു, വൈശാലി, കുഷിനഗര. ഇത്രയും ഇടങ്ങളിൽ, ഇത്രയും സ്ഥലങ്ങളിൽ ആര് വിസിറ്റ് ചെയ്തിട്ടുണ്ട്? ഫഹീൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മെഗസ്തനീസ് പാടലിപുത്രയിലാണ് വിസിറ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ പാടലിപുത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഓഫ് മൗര്യൻ എംപയർ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതുകൊണ്ടാവണല്ലോ ഈ ഫഹീൻ ഇവിടേക്ക് വിസിറ്റ് ചെയ്തത്. ഈ പ്ലേസസ് ഒക്കെ ബുദ്ധനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ലുംബിനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് ആണ്. ബുദ്ധൻ ജനിച്ചത് ലുംബിനിയിലാണ്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിലെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഓരോ സ്ഥലങ്ങളും. കുഷിനഗര അദ്ദേഹത്തിന്റെ നിർവാണ സ്റ്റേജിലെ ഒരു സ്ഥലമാണ് കുഷിനഗര. ഇങ്ങനെ ബുദ്ധനുമായിട്ട് റിലേഷൻ വരുന്ന പ്ലേസസ് ആണ് ഈ പറഞ്ഞതൊക്കെ. നിർബന്ധമായിട്ട് ഈ പ്ലേസസ് പഠിച്ചിരിക്കണം. ദെൻ അദ്ദേഹം ഇവിടെ വന്നത് ഗുപ്ത പീരിയഡിലാണ്. മെഗസ്തനീസ് വന്നത് മൗര്യൻ പീരിയഡിലാണെങ്കിൽ നമ്മുടെ
ഫഹീൻ വന്നത് ഗുപ്താസ് പീരിയഡിലാണ്. അത് ആരുടെ കാലത്ത്? ചന്ദ്രഗുപ്ത ടുവിന്റെ കാലത്താണ് വന്നത്. അദ്ദേഹത്തിന്റെ വർക്കാണ് ഫോക്ക് വോക്കി. എന്താണ്? ഫോക്ക് വോക്കി. അദ്ദേഹത്തിന്റെ ഈ ഫോക്ക് വോക്കി എന്ന് പറയുന്ന ബുക്കിലൂടെ അന്നത്തെ ഇന്ത്യയിലെ മൊണാസ്റ്റിക് റൂൾസും വിനയപീഠകയെ കുറിച്ചും പറയുന്നു. എന്താണ് മൊണാസ്റ്റിക് റൂൾസ് എന്ന് പറഞ്ഞാൽ? സന്യാസ ലൈഫാണ് അല്ലെ മൊണാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബുദ്ധിസം ആസ് എ ജസ്റ്റ് ലൈക്ക് എ മൊണാസ്റ്റിക് ലൈഫ്. അപ്പൊ ബുദ്ധിസത്തിന്റെ റൂളുകൾ എന്തൊക്കെയാണെന്നും വിനയപീഠക എന്ന് പറയുന്നത് ബുദ്ധിസത്തിന്റെ ഒരു ടെക്സ്റ്റിന്റെ പേരാണ് വിനയപീഠക. ഈ വിനയപീഠകയെ കുറിച്ചും മൊണാസ്റ്റിക് റൂൾസിനെ കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു വർക്കായിരുന്നു ഫോക്ക് വോക്കി എന്ന് പറയുന്നത്. അങ്ങനെ ഫാഹീൻ ഇന്ത്യയിലേക്ക് വന്നു. ചൈനയിൽ നിന്ന്, ചാങ്ങിൽ നിന്ന്, പെഷവറിൽ വന്ന് ലുംബിനി, കപിലവസ്തു, വൈശാലി, ശ്രാവസ്തി, സാർനാഥ്, രാജ്ഗീർ, ടാക്സില, കുഷിനഗർ ഇങ്ങനെ ഉള്ള പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്തു. ദെൻ അദ്ദേഹം തമ്രലിപ്തി എന്ന് പറയുന്ന ഒരു മർച്ചന്റ് ഷിപ്പിന്റെ പേരാണ് തമ്രലിപ്തി. ഈ തമ്രലിപ്തിയിൽ കയറി ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്ത് നിന്ന് ശ്രീലങ്കയിലോട്ടാണ് പോയത്. പിന്നെ അവിടെ നിന്നാണ് ചൈനയിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ടാവണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പോയതും പിലിഗ്രിമേജിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം അല്ലെ. മനസ്സിലാക്കേണ്ട, ഇന്ത്യയിൽ മാത്രമല്ല ശ്രീലങ്കയിലും ഒരുപാട് ബുദ്ധിസം ബേസ്ഡ് സൈറ്റുകൾ ഉണ്ട്. ഈ ബുദ്ധിസത്തിന് ഒരുപാട് വ്യാപനം കിട്ടിയിട്ടുള്ള ഒരു കൺട്രിയാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. സോ ഫാഹീൻ എവിടെ വന്നു? ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലോട്ട് പോയി അവിടെ നിന്നാണ് എവിടേക്ക് റിട്ടേൺ ആകുന്നത്? ചൈനയിലോട്ട് റിട്ടേൺ ആവുന്നത്. സോ ഫാഹീൻ ഫ്രം ചൈന ആസ് എ ചൈനീസ് മോങ്ക് ആസ് എ പാർട്ട് ഓഫ് ഹിസ് പിൽഗ്രിമേജ് ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വർക്കാണ് ഫോക്ക് വോക്കി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം. ക്ലിയർ? ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യുവാൻ സാങ്. നമ്മൾ പറഞ്ഞു മഗസ്തനീസ്, ഫാഹീൻ ഇവരെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് ഒരു ഫ്ലോ ഉണ്ടല്ലേ, നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്തിനു വന്നു എന്നിങ്ങനെ നമുക്കൊരു ഫ്ലോ കിട്ടുന്നുണ്ട്. സോ അതുപോലെ ഹ്യുവാൻ സാങ് വന്നതും ചൈനയിൽ നിന്നാണ് ആസ് എ ചൈനീസ് മോങ്ക്. അദ്ദേഹവും ഒരു ചൈനീസ് മോങ്ക് തന്നെ ആയിരുന്നു. അതായത് ഒരു ചൈനീസ് പിലിഗ്രിം എന്ന് പറയുമ്പോൾ ചൈനയിലുള്ള ഒരു തീർത്ഥാടകനാണ്. തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഓർക്കുക, എന്തിന് ഇന്ത്യയിൽ വന്നു എന്നതിന്റെ ആൻസർ ആണ് തീർത്ഥാടനത്തിന് വേണ്ടിയാണ് വന്നത്. അദ്ദേഹത്തിന്റെ വർക്കാണ് ദ ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ് ഓഫ് വെസ്റ്റേൺ റീജിയൻ. എന്താണ്? ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ് ഓഫ് വെസ്റ്റേൺ റീജിയൻസ്. അദ്ദേഹത്തിന്റെ ഈ വർക്കില് ഇന്ത്യയിലെ റിലീജിയസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ റിലീജിയസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമുക്കതിൽ കാണാൻ സാധിക്കും. പക്ഷെ ഈ ഒരു അദ്ദേഹത്തിന്റെ ബുക്ക് ഉണ്ടല്ലോ, ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ് ഓഫ് വെസ്റ്റേൺ റീജിയൻ, ഈ ഒരു വർക്ക് പല രാജ്യങ്ങളും അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹ്യുവാൻ സാങ് അതിനോട് വളരെ സാഡ് ആയിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ബുദ്ധ വാസ് ബോൺ ഇൻ വെസ്റ്റ് ബട്ട് ഹിസ് ധർമ്മ സ്പ്രെഡ് ടു ഈസ്റ്റ് എന്നുള്ളതാണ്. ബുദ്ധ ജനിച്ചത് വെസ്റ്റിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ധർമ്മ സ്പ്രെഡ് ആയി പോയത് ഈസ്റ്റിലാണ്. വെസ്റ്റിൽ അതിന്റെ ധർമ്മ നിന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ സാഡ്നെസ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു രേഖപ്പെടുത്തലാണത്. ക്ലിയർ? അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. ജസ്റ്റ് അങ്ങനെ ഒരു ഡയലോഗ് എവിടെയെങ്കിലും കേൾക്കുവാണെങ്കിൽ അത് ഹ്യുവാൻ സാങ് പറഞ്ഞതാണ് അബൌട്ട് ഹിസ് ബുക്ക് എന്നുള്ള കാര്യം
ഓർത്തു വെക്കാം. ക്ലിയർ. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? അദ്ദേഹത്തിന്റെ വർക്ക് പറഞ്ഞു, ആ വർക്കില് ഇന്ത്യയെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ അദ്ദേഹം വന്നത് ഹർഷവർദ്ധനയുടെ കാലത്താണ്, ഡ്യൂറിങ് ഹർഷവർദ്ധന. അപ്പൊ ഹർഷവർദ്ധനയുടെ കാലത്ത് ഇന്ത്യയിലെ കിങ്ഡംസിനെയും ടൗൺസിനെയും കുറിച്ചാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. അപ്പൊ അതിലൊരു ടൗൺ ആണ് കനൗജ്. ഇന്ത്യയിലെ കനൗജ് എന്ന് പറയുന്ന ടൗണിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വർക്കിൽ പറയുന്നുണ്ട്. ഈ കനൗജ് എന്ന് പറയുന്നത് പുഷ്യഭൂതി എംപയറിന്റെ ക്യാപിറ്റൽ ആണ്. പുഷ്യഭൂതി എംപയറിന്റെ ക്യാപിറ്റൽ ആണ്. അപ്പോ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് അബൌട്ട് ദ ബുദ്ധിസ്റ്റ് സൈറ്റ്സ് ബമിയൻ ആൻഡ് നളന്ദ. ബമിയൻ കേവ്സ്, അഫ്ഗാനിലെ ബമിയൻ കേവ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നളന്ദ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ നളന്ദ യൂണിവേഴ്സിറ്റി, ഈ രണ്ട് ബുദ്ധിസ്റ്റ് സൈറ്റുകളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ദ ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ്സ് ഓഫ് വെസ്റ്റേൺ റീജിയനില് ആര് പറയുന്നു? ഹ്യൂയാൻസാങ് പറയുന്നുണ്ട്. അപ്പൊ ഹ്യൂയാൻസാങ് പറയുന്നത് നളന്ദ യൂണിവേഴ്സിറ്റി വെരി ഇമ്പോർട്ടൻറ്റ്. നളന്ദ യൂണിവേഴ്സിറ്റിയെ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ട്രാവലർ, ഫോറിൻ ട്രാവലർ ആരാന്ന് ചോദിച്ചാൽ അത് ഹ്യൂയാൻസാങ് ആണ്. ക്ലിയർ. ഇപ്പൊ ഹ്യൂയാൻസാങ്ങിന്റെ ആ ഗ്രേറ്റ് ബുക്കില് പ്രധാനമായിട്ടും ഇന്ത്യയെ കുറിച്ച് രേഖപ്പെടുത്തിയത് ഇന്ത്യൻ കിങ്ഡത്തെ കുറിച്ചും ഇന്ത്യൻ ടൗൺസിനെ കുറിച്ചും ഇന്ത്യയിലെ നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുമാണെന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് തന്റെ ട്രാവലോഗില് രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഫോറിൻ ട്രാവലർ ആരാന്ന് ചോദിച്ചാല് ഹ്യൂയാൻസാങ്, മറക്കരുത്. ക്ലിയർ. അതുപോലെ ഇവിടെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ദ ടാങ് ആൻഡ് കനൗജ് കോട്ട്. എന്താണ് ടാങ് ആൻഡ് കനൗജ് കോട്ട്? ഇന്ത്യയെയും നമ്മുടെ ചൈനയും തമ്മിലുള്ള ഒരു റിലേഷൻ പുതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ റിലേഷൻ ബുദ്ധിസ്റ്റ് ഐഡിയോളജിന്റെ ബേസിലുള്ള ആ റിലേഷൻ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു കോട്ടാണ് ടാങ് ആൻഡ് കനൗജ് കോട്ട്. ഓർക്ക, ടാങ് എന്ന് പറയുന്നത് ചൈനയിലെ ഒരു ഡൈനാസ്റ്റിയാണ്, ഒരു ടെറിട്ടറിയാണ്. കനൗജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടൗൺ ആണ്. അപ്പൊ ഇത് രണ്ടും ബുദ്ധിസ്റ്റ് സൈറ്റ്സ് ആണെന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഈ രണ്ട് സൈറ്റ്സിനെയും കോറിലേറ്റ് ചെയ്തുകൊണ്ട് ബുദ്ധിസം സ്ട്രോങ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നിട്ടുള്ള കോട്ടാണ് ടാങ് ആൻഡ് കനൗജ് കോട്ട്. ക്ലിയർ. അപ്പൊ ഇത്രയാണ് ഹ്യൂയാൻസാങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഹ്യൂയാൻസാങ് ചൈനക്കാരനാണ്. ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ എവിടെ എത്തിയത്? ഇന്ത്യയിലെ പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്ലേസ് കനൗജ് ആണ്. കനൗജ് അന്നത്തെ പുഷ്യഭൂതി എംപയറിന്റെ ക്യാപിറ്റൽ ആണ്. ഹർഷവർദ്ധനയുടെ കാലത്താണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ ആ പുസ്തകം എന്ന് പറയുന്നത് ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ് ഓഫ് വെസ്റ്റേൺ റീജിയൻ ആണ്. അതിൽ ഇന്ത്യയിലെ ടൗൺസിനെ കുറിച്ചും കിങ്ഡത്തിനെ കുറിച്ചും നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ദ ടാങ് കനൗജ് കോട്ട്, അതും കൂടെ ഓർത്ത് വെക്കാം. ഇനി അറ്റ് ലാസ്റ്റ് പറയാനുള്ളത്, ഹ്യൂയാൻസാങ് തമ്രലിപ്തി നമ്മുടെ മെർച്ചന്റ് ഷിപ്പിൽ കയറി ശ്രീലങ്കയിൽ പോയിട്ട് അനുരാധപുര എന്ന് പറയുന്ന ടെമ്പിൾ ഓഫ് ടൂത്ത്, എന്താണ് ടെമ്പിൾ ഓഫ് ടൂത്ത് എന്ന് പറയുന്ന അനുരാധപുരയിൽ ചെന്ന് വീണ്ടും നളന്ദ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശേഷമാണ് ചൈനയിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഫാഹിൻ ചെയ്ത പോലെ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്ക വഴി ചൈന എന്നതിനപ്പുറം ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് വീണ്ടും നളന്ദ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നളന്ദ യൂണിവേഴ്സിറ്റിയും ഹ്യൂയാൻസാങ്ങും തമ്മിൽ വല്ലാത്തൊരു അടുപ്പമുണ്ട്, അതെപ്പോഴും ഓർത്തു വെക്കാം. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ഹ്യൂയാൻസാങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെയും ക്രിറ്റിസിസം വരുന്നുണ്ട് കേട്ടോ. ക്രിറ്റിസിസം എപ്പോഴും ഓർത്തു വെക്കാം, നമുക്ക് അത് അടയാളപ്പെടുത്താൻ സാധിക്കും. ഹ്യൂയാൻസാങ് വന്നത് ഒരു ബുദ്ധിസം പിലിഗ്രിം ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളില് ഒരു ബുദ്ധിസം, ഇന്ത്യയിലെ ബുദ്ധിസത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരിക്കലും ഇന്ത്യയെ പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ നേരത്തേക്ക് സൂചിപ്പിച്ചതുപോലെ ആ ട്രാവലറിന്റെ അനുഭൂതിയും അനുഭവങ്ങളും അഭിപ്രായങ്ങളുമായിരിക്കും അതിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്.
സോ ഇത്രയും ട്രാവലേഴ്സിനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെഗസ്തനിയസ്, ഫാഹിൻ, ഹ്യൂവാൻസാങ്. ഈ 3 പേരെയും ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള സർവ്വ കാര്യങ്ങളും പഠിക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും നമുക്ക് കട്ട് ചെയ്യാനില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോമ്പറ്റിറ്റീവ് എക്സാമിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണിത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇനിയും നമുക്ക് മോർ ട്രാവലേഴ്സിനെ, ഇപ്പൊ നമ്മൾ ആൻഷ്യൻ പീരിയഡിലെ ട്രാവലേഴ്സിനെ മാത്രമാണ് പഠിച്ചത് അല്ലേ. ആൻഷ്യൻ പീരിയഡില് മെഗസ്തനിയസ്, ഫാഹിൻ, ഹ്യൂവാൻസ്, അങ്ങനെ ആൻഷ്യൻ പീരിയഡിലുള്ള 3 പേരെ പഠിച്ചത്. നോട്ട് ദ പോയിന്റ്, ആൻഷ്യൻ പീരിയഡിലാണ് ഈ 3 പേര് ഉള്ളത് കേട്ടോ. മൗര്യൻ എംപയർ, ഗുപ്ത എംപയർ, ഇതൊക്കെ പറയുന്നത് ആൻഷ്യൻ പീരിയഡ് ആണല്ലോ. സോ ആൻഷ്യൻ പീരിയഡിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് മിഡീവൽ പീരിയഡിലുള്ള ഫോറിൻ ട്രാവലേഴ്സിനെയും മോഡേൺ പീരിയഡിലുള്ള ഫോറിൻ ട്രാവലേഴ്സിനെയും കുറിച്ച് നെക്സ്റ്റ് കമ്മിങ് ക്ലാസ്സസിൽ പഠിക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നല്ലപോലെ പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.